നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും. ആലത്തൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. ചെന്താമര ഏക പ്രതിയായ കേസിൽ 130-ലധികം സാക്ഷികളുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നമുക്കറിയാം, കേരളത്തെ ഒന്നാകെ നടുക്കിയ ഇരട്ടക്കൊലപാതകം, അതിൽ അന്വേഷണം പൂർത്തിയാവുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീകുമാരൻ? അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം അതിന്റെ ഒരു അന്തിമമാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ഒരു യോഗം ചേർന്നിരുന്നു. അത് പാലക്കാട് SP ഓഫീസിലായിരുന്നു. DYSP മുരളീധരൻ അടക്കം, ആലത്തൂർ DYSP അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാലക്കാട് SP ആണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവസാനം ഘട്ടത്തിൽ കുറ്റപത്രം അന്തിമമാക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. എന്താണ്ട് 12ഓളം സാക്ഷികൾ ഈ കേസിലുണ്ട്. അതിലൊരു ദൃക്സാക്ഷിയുണ്ട്. ഈ ദൃക്സാക്ഷി ആദ്യഘട്ടത്തിൽ മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ചെന്താമര കഴിഞ്ഞ ജനുവരി 27-നാണ് പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിയായ ചെന്താമര അവിടുത്തെ പ്രദേശവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊല്ലുന്നത്. ഈ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഈ കൊലപാതകം നടക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം ചെന്താമരയെ പിടിച്ചിറക്കിയ വലിയ വാർത്തയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണുള്ളത്. എന്തായാലും അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകും. പഴുതടച്ച ശാസ്ത്രീയ തെളിവുകൾ അടങ്ങിയ കുറ്റപത്രം തന്നെയായിരിക്കും സമർപ്പിക്കുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ടി കെ രജിത്ത്.